നമസ്കാരം. 9 മണി വാർത്ത ആരംഭിക്കുകയാണ്. നരേന്ദ്രമോദി ഇന്ന് പാർലമെന്റിൽ സിന്ദൂർ വിഷയത്തിൽ മറുപടി പറഞ്ഞു. അമേരിക്കൻ ഇടപെടൽ അദ്ദേഹം പൂർണ്ണമായും തള്ളി. 22 മിനിറ്റ് കൊണ്ട് പാകിസ്ഥാന് ചുട്ട മറുപടി നൽകി എന്ന് മോദി പറഞ്ഞു. നരേന്ദ്രമോദിയുടെ പരാമർശത്തിൽ ട്രംപിന്റെ വാദം കളവായിരുന്നു എന്ന ഒരു വാക്കുപോലും ഉണ്ടായിരുന്നില്ല എന്ന് ആയിരുന്നു രാഹുൽ ഗാന്ധിയുടെ മറുപടി. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. ആദ്യം തലക്കെട്ടുകളിലേക്ക്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചതിൽ അമേരിക്കൻ ഇടപെടൽ തള്ളി പ്രധാനമന്ത്രി. दुनिया के किसी भी नेता ने भारत के ऑपरेशन रोकने के लिए नहीं कहा. ആക്രമണത്തിന് 22 മിനിറ്റ് കൊണ്ട് ഇന്ത്യ മറുപടി നൽകി. 22 मिनट में 22 अप्रैल का बदला निर्धारित लक्ष्य के साथ हमारी सेना ने ले लिया. ട്രംപ് പറഞ്ഞത് കള്ളമെന്ന് മോദി പ്രസംഗത്തിൽ എവിടെയും പറഞ്ഞില്ലെന്ന് രാഹുൽ ഗാന്ധി. ക്രെഡിറ്റ് മാത്രമല്ല ഉത്തരവാദിത്വവും ഏറ്റെടുക്കണമെന്ന് പ്രിയങ്ക. പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തവരെ വധിച്ച സൈന്യം. ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയ്ക്കിടെ ഭീകരരുടെ പേര് പുറത്തുവിട്ട് അമിത്ഷാ. ऑपरेशन महादेव में सुलेमान उर्फे फैजल जट, अफगान और जिब्रान 3 आतंकवादी सेना, सीआरपीएफ और जम्मू कश्मीर पुलिस के संयुक्त अभियान में ऑपरेशन महादेव में मारे गए. രാജ്യം മറുപടി നൽകുമെന്ന് അറിയാമായിരുന്നുവെന്ന് പഹൽഗാമിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ മകൾ ആരതി. നമുക്ക് പോയതൊന്നും ഇനി അച്ഛനിനി നമുക്ക് തിരിച്ചു കിട്ടില്ല. പക്ഷേ ഐ ഫീൽ പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ ഡോട്ടർ. വേൾഡ് കാണുന്നു നമ്മുടെ ഇന്ത്യയുടെ സ്ട്രെങ്ത്. ഉറപ്പുണ്ടായിരുന്നു, എന്നാന്ന് മാത്രം കാത്തിരിക്കുന്നു. വളരെയധികം അഭിമാനം. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസിൽ തെളിവെടുപ്പ് നാളെയും തുടരും. ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ 1-ാം പോയിന്റിലെ പരിശോധനയിൽ ഒന്നും കണ്ടെത്തിയില്ല. JCB ഉപയോഗിച്ചുള്ള തെരച്ചിൽ നീണ്ടത് 5 മണിക്കൂർ. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ തള്ളി. ദുർഗ് ജയിൽ പരിസരത്ത് നാടകീയ രംഗങ്ങൾ. കന്യാസ്ത്രീകളെ കാണാനെത്തിയ ഇടത് MP-മാരെ തടഞ്ഞു. മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി കേരളത്തിൽ നിന്നുള്ള BJP സംഘം. നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ ഇളവുണ്ടെന്ന വാർത്തയിൽ പ്രതികരിക്കാതെ വിദേശകാര്യ മന്ത്രാലയം. NIA പ്രസിദ്ധീകരിച്ച വാർത്ത പിൻവലിച്ചു. വാർത്താക്കുറിപ്പിൽ ഉറച്ചു നിൽക്കുന്നതായി കാന്തപുരത്തിന്റെ ഓഫീസ്. താരസംഘടനയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വനിത എത്തിയേക്കും. മത്സരത്തിൽ നിന്ന് പിന്മാറാൻ ജഗദീഷ്. ബാബുരാജിനെതിരെ കൂടുതൽ താരങ്ങൾ. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ സ്പോട്ടാണ്. ഓല ഇട്ട് മൂടിയ ഒരു അവസ്ഥയിലായിരുന്നു ഈ സ്പോട്ട് ഉണ്ടായിരുന്നത്. മാത്രമല്ല അവിടെ കത്തിച്ച നിലയിലാണ് ഈ മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ചേർത്തല പള്ളിപ്പുറത്ത് നിന്ന് കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടം സ്ഥിരീകരിക്കാൻ DNA പരിശോധന. പിടിയിലായ സെബാസ്റ്റ്യൻ ജൈനമ്മയുടെ ഫോൺ ഉപയോഗിച്ചതായി കണ്ടെത്തി. ചേർത്തലയിലെ ബിന്ദു പത്മനാഭനെ കാണാതായതിലും സെബാസ്റ്റ്യൻ പ്രതി. സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്നും ആയുധങ്ങളും രക്തക്കറയും കണ്ടെത്തി. ജയിക്കുന്ന സീറ്റ് ഉറപ്പിക്കാൻ K മുരളീധരൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവും നിയമവും വേണ്ട. നോട്ടം വടക്കോട്ട്. ലീഗ് വിട്ടുകൊടുത്താൽ ഗുരുവായൂർ. കൊയിലാണ്ടിയിലെ സാധ്യതയും തേടുന്നു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്ത് വീണ്ടും സ്വകാര്യ ബസ് സമരം വരുന്നു. ബസ് ഉടമകളും വിദ്യാർത്ഥി സംഘടനകളുമായി നടത്തിയ ചർച്ച അലസിപ്പിരിഞ്ഞു. ആവശ്യം വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് 5 രൂപയാക്കണമെന്ന്. കേരളം കണ്ട മഹാദുരന്തം നടന്നിട്ട് നാളെ 1 വർഷം. മുണ്ടക്കൈയിലും ചൂരൽമലയിലുമായി മരിച്ചത് 266 പേർ. മരിച്ചവരെ ഒരുമിച്ചടക്കിയ ഹൃദയഭൂമിയിൽ നാളെ സർവമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും. ഇവിടെ മുഹമ്മദ് അലിയും ഹരിയും ബീരാനും അതുപോലെ തന്നെ
ഷീബയും നിവേദും ധ്യാനും ഒക്കെ അടുത്തടുത്ത് തന്നെ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. അതിനൊപ്പം തന്നെ തിരിച്ചറിയാത്ത പലരുടെയും മൃതദേഹാവശിഷ്ടങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഓപ്പറേഷൻ സിന്ദൂറിൽ മോദിയുടെ മറുപടി പാർലമെന്റിൽ. പാകിസ്ഥാനെതിരായ സൈനിക നടപടി ഇന്ത്യ അവസാനിപ്പിച്ചതിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടൽ തള്ളി പ്രധാനമന്ത്രി. യുദ്ധം നിർത്താൻ ഒരു രാജ്യവും ആവശ്യപ്പെട്ടില്ല, ലോകത്തെ ഒരു നേതാവും അങ്ങനെ ആവശ്യപ്പെടില്ലെന്നും മോദി ആവർത്തിച്ചു. दुनिया के किसी भी नेता ने भारत के ऑपरेशन रोकने के लिए नहीं कहा। उसी दौरान 9 तारीख को रात को अमेरिका के उपराष्ट्रपति जी ने मुझसे बात करने का प्रयास किया। वो घंटे भर कोशिश कर रहे थे, लेकिन मेरी सेना के साथ मीटिंग चल रही थी, तो मैंने उनका फोन उठा नहीं पाया। बाद में मैंने उनको कॉल बैक किया। मैंने कहा कि आपका फोन था, 3-4 बार आपका फोन आ गया, क्या है? तो अमेरिका के उपराष्ट्रपति जी ने मुझे फोन पे बताया कि पाकिस्तान बहुत बड़ा हमला करने वाला है। ये उन्होंने मुझे बताया। मेरा जो जवाब था, जिनको समझ नहीं आता है उनको तो नहीं आएगा, मेरा जवाब था अगर पाकिस्तान का ये इरादा है तो उसे बहुत महंगा पड़ेगा। ये मैंने अमेरिका के उपराष्ट्रपति को कहा। अगर पाकिस्तान हमला करेगा तो हम बड़ा हमला कर करके जवाब देंगे। ये मेरा जवाब था. ഏപ്രിൽ 22 നടന്ന ആക്രമണത്തിന് 22 മിനിറ്റ് കൊണ്ട് ഇന്ത്യ മറുപടി നൽകിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സിന്ദൂർ മുതൽ സിന്ധു വരെ പ്രതികാരം ചെയ്തുവെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. हम आतंकियों को मिट्टी में मिला देंगे. सजा उनके आकाओं को भी होगी. आतंकियों को वो सजा दी, और सजा ऐसी है कि आज भी आतंक के उन आकाओं की नींद उड़ी हुई है. पहलगाम हमले के बाद से ही पाकिस्तानी सेना को अंदाजा लग चुका था कि भारत कोई बड़ी कार्रवाई करेगा. उनके तरफ से न्यूक्लियर की धमकियों के भी बयान आना शुरू हो चुके थे. 22 मिनट में 22 अप्रैल का बदला निर्धारित लक्ष्य के साथ हमारी सेना ने ले लिया. ഇന്ത്യൻ ആക്രമണത്തിന് ശേഷം പാക് വ്യോമ കേന്ദ്രങ്ങൾ ഇപ്പോഴും ICUവിലാണെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പാർലമെന്റിലെ പ്രസ്താവന. ഭരണകക്ഷി അംഗങ്ങൾ കൈയടിച്ച് ഈ പ്രസ്താവനകൾക്ക് പ്രോത്സാഹനമേടി. പക്ഷെ പലപ്പോഴും മോദി പറഞ്ഞ പല കാര്യങ്ങളിലെയും ഇടയിൽ പ്രതിപക്ഷത്തിന്റെ ബഹളവും ഇന്ന് പാർലമെന്റ് കണ്ടു. पाकिस्तान की न्यूक्लियर धमकी को हमने झूठा साबित कर दिया. भारत ने सिद्ध कर दिया कि न्यूक्लियर ब्लैकमेलिंग अब नहीं चलेगा, और न ही ये न्यूक्लियर ब्लैकमेलिंग के सामने भारत झुकेगा. पाकिस्तान के एयरबेस एसेट्स को भारी नुकसान हुआ, और आज तक उनके कई एयरबेस ICU में पड़े हैं. ऑपरेशन सिंदूर के दरमियान पहली बार हुआ जब आत्मनिर्भर भारत की ताकत को दुनिया ने पहचाना.
मेड इन इंडिया ड्रोन, मेड इन इंडिया मिसाइल ने पाकिस्तान के हथियारों की पोल खोल करके रख दी। അതേസമയം കോൺഗ്രസിനെ കടന്നാക്രമിച്ചും പഹൽഗാം ചർച്ചയിൽ മോദി സംസാരിച്ചു. സത്യം കണ്ടില്ലെന്ന് നടിച്ച കോൺഗ്രസ് രാജ്യതാൽപര്യത്തെ പിന്തുണച്ചില്ല. മറ്റു രാജ്യങ്ങൾ കൂടെ നിന്നപ്പോഴും കോൺഗ്രസ് മാറി നിന്നു. പാക് പ്രചാരണങ്ങൾ അവർ ഏറ്റുപിടിച്ചു. കോൺഗ്രസ് നിലപാട് നിർഭാഗ്യകരമെന്നും മോദി വിമർശിച്ചു. मैंने कहा था कि ये सत्र भारत के विजयोत्सव का सत्र है। संसद का ये सत्र भारत के गौरवगान का सत्र है। इस सदन में भारत का पक्ष रखने के लिए खड़ा हुआ और जिन्हें भारत का पक्ष नहीं दिखता है उन्हें मैं आईना दिखाने के लिए खड़ा हुआ। ഇന്ന് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വയനാട് MP കൂടിയായ പ്രിയങ്ക ഗാന്ധി ഈ വിഷയത്തിൽ സംസാരിച്ചിരുന്നു. മോദിയുടെ സംസാരത്തിന് ശേഷം പുറത്തിറങ്ങി രാഹുൽ ഗാന്ധി ഇന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിച്ചത് തന്റെ ഇടപെടൽ കൊണ്ടാണെന്ന് ട്രംപ് പറഞ്ഞത് പച്ചക്കള്ളമെന്ന് മോദി പാർലമെന്റിൽ പറയാത്തത് എന്തുകൊണ്ട് എന്നായിരുന്നു ചോദ്യം. മോദിയുടെ പ്രസംഗത്തിൽ പാകിസ്ഥാനെ സഹായിച്ച ചൈനയെക്കുറിച്ച് ഒരു പരാമർശവുമില്ലെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. उन्होंने क्लियरली नहीं कहा कि ट्रंप झूठ बोल रहे हैं। शायद 29 बार ट्रंप ने बोला है, उसका जवाब नहीं दिया। और सबसे इंटरेस्टिंग बात थी कि पूरे भाषण में चाइना शब्द प्रधानमंत्री ने नहीं बोला। पूरा देश जानता है कि पाकिस्तान की मदद, टेक्निकल मदद, एयरफोर्स की मदद चाइना ने की, मगर प्रधानमंत्री के मुंह से, डिफेंस मिनिस्टर के मुंह से चाइना शब्द नहीं निकला. ബി.ആർ. കാർത്തിക് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. കാർത്തിക്, ഇന്ന് പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം അത് കൃത്യമായി തന്നെ നേരത്തെ പറഞ്ഞ അമേരിക്ക ഇടപെടലുമായി ബന്ധപ്പെട്ടായിരുന്നു, ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നു. ഒപ്പം കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നും ഇന്നലെയുമായി നടന്ന ചർച്ചകളുടെ ആകത്തുക എന്ന് പറയുന്നത് വളരെ വ്യക്തമായി ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രാജ്യത്തെ മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു. അതിൽ സർക്കാർ വിജയിച്ചു എന്ന് കരുതാമോ? ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിഞ്ഞു. ഒപ്പം തന്നെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചത് മുതൽ പല ഘട്ടങ്ങളിലായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു പറയുന്നത് തന്റെ ഇടപെടൽ കൊണ്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചത് എന്നാണ്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇന്നലെയും സ്കോട്ട്ലൻഡിൽ ഡൊണാൾഡ് ട്രംപ് ഇതേ അവകാശവാദം ആവർത്തിച്ചു. മുഴുവൻ വ്യാപാര ചർച്ചകളും അവസാനിപ്പിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് ഇരു രാജ്യങ്ങളും യുദ്ധം അവസാനിപ്പിച്ചതെന്നായിരുന്നു കഴിഞ്ഞ ദിവസവും ട്രംപിന്റെ പ്രതികരണം. ഈ ഘട്ടത്തിലാണ് ഇന്ന് മോദി പാർലമെന്റിൽ ഇത് സംബന്ധിച്ച് എന്ത് പറയും എന്ന് ഏവരും ഉറ്റുനോക്കിയത്. കാരണം ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചത് മുതൽ പ്രതിപക്ഷവും പല ഘട്ടങ്ങളിലായി ഉന്നയിക്കുന്ന വിമർശനങ്ങൾ ബാഹ്യ ഇടപെടൽ കൊണ്ടാണ്, ബാഹ്യശക്തികളുടെ ഇടപെടൽ, പ്രത്യേകിച്ച് ട്രംപിന്റെ പേര് പറഞ്ഞു തന്നെ പല ഘട്ടങ്ങളിലും സർക്കാരിനെ പ്രതിപക്ഷം കടന്നാക്രമിച്ചിരുന്നു. പക്ഷേ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ ഇക്കാര്യം വ്യക്തമാക്കുമ്പോഴും പേര് പരാമർശിക്കാതെയായിരുന്നു മോദിയുടെ മറുപടി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. പക്ഷേ ഒരു ലോക നേതാക്കളും ഏതെങ്കിലും ഘട്ടത്തിൽ യുദ്ധം അവസാനിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടില്ല എന്ന് മോദി പാർലമെന്റിൽ അസന്നിഗ്ധമായി വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ യുദ്ധം അവസാനിപ്പിക്കണമെന്നും ഒരു രാജ്യവും ഇന്ത്യയോട് ആവശ്യപ്പെട്ടിട്ടില്ല. മറ്റൊന്ന്, പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ അപേക്ഷയുമായി ഇന്ത്യയുടെ സമീപിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് DGMOയെ ആ ഘട്ടത്തിൽ ബന്ധപ്പെടുകയും യുദ്ധം അവസാനിപ്പിക്കണം എന്നൊരു ആവശ്യം പാകിസ്ഥാനാണ് മുന്നോട്ട് വെച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിലും അദ്ദേഹം ഒരു വിശദീകരണം നൽകി. പക്ഷേ മറ്റൊന്ന്, മെയ് 9 US വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ത്യയെ പ്രധാനമന്ത്രിയെ വിളിച്ചതെന്നും ആദ്യഘട്ടത്തിൽ അദ്ദേഹവുമായി സംസാരിക്കാൻ കഴിഞ്ഞില്ലെന്നും പിന്നെ അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചുവെന്നും ആ ഘട്ടത്തിൽ പാകിസ്ഥാൻ വലിയൊരു ആക്രമണത്തിന് തയ്യാറെടുക്കുന്നു എന്ന മുന്നറിയിപ്പ് JD വാൻസ് നൽകിയിരുന്നു എന്ന് പ്രധാനമന്ത്രി ഇന്ന് പാർലമെന്റിൽ വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ കൃത്യമായ മറുപടിയും JD വാൻസിന് ആ ഘട്ടത്തിൽ നൽകി എന്നുമാണ് പ്രധാനമന്ത്രി വിശദീകരിച്ചത്. അങ്ങനെ അത്തരത്തിൽ ബാഹ്യ ഇടപെടൽ സംബന്ധിച്ച വിമർശനങ്ങൾ അങ്ങനെയാണ് BJP ഇന്ന് പാർലമെന്റിൽ പ്രതിരോധിച്ചത്. മറ്റൊന്ന്, കോൺഗ്രസ് ആദ്യഘട്ടം മുതൽ ഉന്നയിക്കുന്ന വിമർശനം
ഈ പഹൽഗാം ആക്രമണത്തിൽ പങ്കെടുത്ത ഭീകരരെ വധിക്കാൻ കഴിഞ്ഞതുമായി ബന്ധപ്പെട്ടാണ്. അതെന്തുകൊണ്ട് കഴിഞ്ഞില്ല, സുരക്ഷാ വീഴ്ച അടക്കമുള്ള കാര്യങ്ങളാണ് അവർ ചൂണ്ടിക്കാണിച്ചത്. സുരക്ഷാ വീഴ്ച സംബന്ധിച്ച കാര്യമായ പരാമർശങ്ങളൊന്നും മോദിയുടെ ഇന്നത്തെ മറുപടി പ്രസംഗത്തിൽ ഉണ്ടായില്ല എന്നതും ശ്രദ്ധേയമാണ്. മറ്റൊന്ന്, ചരിത്രപരമായ പല കാര്യങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് അത്തരത്തിൽ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രത്യേകിച്ച് നെഹ്റുവിൻ്റെ കാലയളവിലടക്കം കോൺഗ്രസ് കൈക്കൊണ്ട സുപ്രധാനമായ തീരുമാനങ്ങൾ എത്രത്തോളം രാജ്യവിരുദ്ധമായിരുന്നു എന്നതടക്കം വ്യക്തമാക്കിക്കൊണ്ടാണ് അദ്ദേഹം മറുപടി നൽകിയത് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. അതിലേറ്റവും പ്രധാനം സിന്ധു നദി കരാറുമായി ബന്ധപ്പെട്ട അടക്കമുള്ള കാര്യങ്ങളിൽ മോദി മറുപടി നൽകി. മറ്റൊന്ന്, മൂന്നാമത്തെയും ഏറ്റവും അവസാനത്തെയും കാര്യം ഇതാണ് രഞ്ജിത്ത്. ഈ അവസരം ഇത്തരത്തിൽ പാർലമെന്റിൽ ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാൻ കിട്ടിയ ഒരു അവസരം പ്രതിരോധ മേഖലയിൽ രാജ്യം കൈവരിച്ച സ്വയം പര്യാപ്തത അത് വിശദീകരിക്കാനുള്ള അവസരം കൂടിയാക്കി മോദി മാറ്റുകയായിരുന്നു. തീർച്ചയായും അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും മോദിയുടെ മറുപടി, ദീർഘമായ മറുപടി ഇന്ന് പാർലമെന്റിൽ ഉണ്ടായി. ഇതിനിടെ രാവിലെ അമിത്ഷാ ഇന്ന് ചർച്ച ആരംഭിച്ചത് പഹൽഗാമിലെ ഭീകരരെ കൊലപ്പെടുത്തിയ കാര്യം വെളിപ്പെടുത്തിക്കൊണ്ടായിരുന്നു. 3 ഭീകരരുടെയും പേരുകൾ പാർലമെന്റിൽ അമിത്ഷാ പറഞ്ഞു. ഓപ്പറേഷൻ മഹാദേവിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ പേരുകൾ പറഞ്ഞപ്പോൾ ഭരണപക്ഷം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത കാഴ്ചകൾ കണ്ടു. ഈ വിഷയത്തിലുള്ള സർക്കാരിന്റെ പ്രതിരോധമടക്കം അതിജീവിക്കുക എന്ന ലക്ഷ്യം കൂടി ഈ തുറന്നു പറച്ചിലിന് മുന്നിൽ ഉണ്ടായിരുന്നു. അമിത്ഷായുടെ വാക്കുകളിലേക്ക്. ऑपरेशन महादेव में सुलेमान उर्फे फैजल जट, अफगान और जिब्रान 3 आतंकवादी सेना, सीआरपीएफ और जम्मू कश्मीर पुलिस के संयुक्त अभियान में ऑपरेशन महादेव में मारे गए और माननीय अध्यक्ष जी, ये जो सुलेमान है, MG മിഥുൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുന്, ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഭീകരവാദികൾ കൊല്ലപ്പെട്ട വിവരം റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് പാർലമെന്റിലാണ് അമിത്ഷാ വെളിപ്പെടുത്തുന്നത് അത് പഹൽഗാം ഭീകര ആക്രമണത്തിൽ പങ്കെടുത്ത ആളുകളായിരുന്നു എന്ന്. എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞു വെച്ചത്? വളരെ കൃത്യമായി തെളിവുകളടക്കമാണല്ലോ വിശദീകരിച്ചത്. രഞ്ജിത്ത്, അതായത് രാജ്യം കാത്തിരുന്നൊരു വാർത്ത തന്നെയാണെന്ന് പാർലമെന്റിൽ അമിത്ഷാ വ്യക്തമാക്കിയത്. ഈ 3 ഭീകരരും വധിച്ച 3 ഭീകരരും ഈ പഹൽഗാമിൽ 26 പേരെ, നിരപരാധികളായിട്ടുള്ള 26 പേരെ കൂട്ടക്കൊല ചെയ്ത ആ കൊടും ഭീകരരാണ് എന്നുള്ള കാര്യം അമിത്ഷാ തന്നെ ലോക്സഭയെ അറിയിക്കുകയായിരുന്നു. ഈ സമയം കോൺഗ്രസിനെതിരെയും പ്രതിപക്ഷത്തിനെതിരെയും ഒക്കെ രൂക്ഷമായ വിമർശനവും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതും നമ്മൾ കാണുകയും ചെയ്തു. അതിൽ പ്രധാനമായും അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഈ 3 ഭീകരരുടെയും വിവരങ്ങൾ അദ്ദേഹം പുറത്തുവിടുകയുണ്ടായി. സുലൈമാൻ ഷേഖ്, ഒപ്പം തന്നെ അഫ്ഗാൻ, ജിബ്രാൻ എന്നീ 3 ഭീകരരാണ് ഈ പഹൽഗാം ആക്രമണത്തിന് നേതൃത്വം നൽകിയത്. അവരെ 3 പേരെയും സൈന്യത്തിന് വധിക്കാൻ സാധിച്ചു എന്നുള്ള സുപ്രധാന വിവരം അദ്ദേഹം പുറത്തുവിടുകയും ചെയ്തു. സേനയുടെയും ഒപ്പം തന്നെ CRPFിന്റെയും പോലീസിന്റെയും സംയുക്ത ഓപ്പറേഷനിലോട് കൂടിയാണിത് സാധിക്കുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ്. അതായത് ഈ ഓപ്പറേഷൻ മഹാദേവ് എന്ന പേര് വരാൻ ഉള്ള കാരണവും അദ്ദേഹം വ്യക്തമാക്കി. മഹാദേവ് കുന്നിൽ ആണ് ഈ ഭീകരർ ഒളിച്ചിരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭിച്ചത്. കഴിഞ്ഞ 14 ദിവസമായി ഈ ഭീകരരെ തേടി ഈ ഭാഗങ്ങളിൽ വലിയ തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. ഒപ്പം തന്നെ കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ട്രാക്ക് ചെയ്തുകൊണ്ട് ഇവരുടെ സംഭാഷണങ്ങളും ഒക്കെ ട്രാക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് അവർ ഒളിച്ചിരുന്ന മേഖലയിൽ എത്തുകയും ഈ 3 പേരെ പിടികൂടുകയും വധിക്കുകയും ചെയ്തു എന്നുള്ള സുപ്രധാന വിവരം ഏവരും ആഗ്രഹിച്ച വിവരങ്ങൾ പുറത്തുവിടുകയും ചെയ്തു. എന്തായാലും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിൽ പ്രതിപക്ഷത്തിനെതിരെയും രൂക്ഷമായ വിമർശനം തീർച്ചയായും അതാണ് സംഭവിച്ചത്. ഏതായാലും വലിയ പ്രധാനപ്പെട്ട വിവരം ഇന്ന് അമിത്ഷാ പാർലമെന്റിലൂടെ വെളിപ്പെടുത്തുകയായിരുന്നു. ഇന്ന് നമുക്കിനി പ്രധാനപ്പെട്ട ഒരു സെഗ്മെന്റിലേക്ക് പോകണം. പഞ്ച് ഡയലോഗ്. ഇന്ന് പാർലമെന്റിലെ താരമായത് പ്രധാനമായും വയനാട് MP പ്രിയങ്ക ഗാന്ധിയായിരുന്നു. സർക്കാരിൻ്റെ വലിയ പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രസ്താവനകളൊക്കെ വരുമ്പോൾ സുരക്ഷാ വീഴ്ചയുടെ ഉത്തരവാദിത്തം കൂടി, അതായത് ക്രെഡിറ്റ് മാത്രമല്ല സുരക്ഷാ വീഴ്ചയുടെ ഉത്തരവാദിത്തം കൂടി പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഇല്ലേ എന്ന പ്രിയങ്കയുടെ ചോദ്യം പ്രതിപക്ഷം കയ്യടികളോടെയാണ് ചോദിച്ചത്. ക്രെഡിറ്റ് മാത്രമല്ല ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നും പ്രിയങ്ക പറഞ്ഞു വെച്ചു. ഒപ്പം നാടിനെ രക്ഷിക്കുക, അല്ലെങ്കിൽ കശ്മീരിൽ സമാധാനമുണ്ട് എന്ന് പറഞ്ഞ് നിരവധി ടൂറിസ്റ്റുകളെ അങ്ങോട്ടേക്ക് ആകർഷിക്കുകയും ഒരു സുരക്ഷാ ഭടൻ പോലും ആക്രമണം നടന്ന് ഏതാനും മണിക്കൂറുകൾ ആ പ്രദേശത്ത് ഉണ്ടായിരുന്നില്ല എന്നും പ്രിയങ്ക പറഞ്ഞു വെച്ചത് ശരിക്കും ഭരണപക്ഷത്തെ ഇടുത്തി ചിന്തിപ്പിച്ച വാക്കുകളായിരുന്നു. सिक्योरिटी क्यों नहीं थी वहां पे एक सैनिक क्यों नहीं दिखा? क्या सरकार को मालूम नहीं था कि यहां रोज 1000 से 1500 पर्यटक जाते हैं?
क्या सरकार को मालूम नहीं था कि यहाँ के पहुंचने के लिए जंगल के रास्ते से जाना पड़ता है? अगर कुछ हो जाएगा तो लोग वहां से निकल नहीं पाएंगे। एक चिकित्सा का इंतजाम नहीं था, फर्स्ट एड का इंतजाम नहीं था, कोई इंतजाम नहीं था, ना सुरक्षा का ना फर्स्ट एड का। इन लोगों को भगवान भरोसे छोड़ दिया गया। ये लोग वहां पे इस सरकार के भरोसे गए और इस सरकार ने उन्हें भगवान भरोसे छोड़ दिया। ഇതായിരുന്നു ഇന്നത്തെ പ്രിയങ്കയുടെ പഞ്ച് ഡയലോഗ് പാർലമെന്റിൽ. നമുക്കിനി ധർമ്മസ്ഥലയിലേക്ക് പോകണം. അവിടെ KV ബൈജു ഉണ്ട്. ധർമ്മസ്ഥലയിൽ പരിശോധന. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസ് ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ 1-ാം പോയിന്റിലെ പരിശോധന പൂർത്തിയായി. JCB ഉപയോഗിച്ചുള്ള 5 മണിക്കൂർ നീണ്ടുനിന്ന പരിശോധനയിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ഒന്നും കണ്ടെത്താനായില്ല. ശുചീകരണ തൊഴിലാളിയെ എത്തിച്ചുകൊണ്ടുള്ള തെളിവെടുപ്പ് നാളെയും തുടരും. KV ബൈജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. ബൈജു, 5 മണിക്കൂറാണ് ഇന്ന് പരിശോധന നീണ്ടുനിന്നത്. ആദ്യം മാർക്ക് ചെയ്ത സ്ഥലത്ത് ഇന്ന് പരിശോധന പൂർത്തിയായി എന്നാണ് മനസ്സിലാകുന്നത്. തെളിവുകൾ തേടിയുള്ള നീക്കങ്ങൾ നാളെയും തുടരുമെന്നല്ലേ? ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ 13 ഇപ്പോൾ SIT സംഘം അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ 1-ാമത്തെ പോയിന്റിലാണ് ഇന്ന് പരിശോധന നടത്തിയത്. പക്ഷേ 5 മണിക്കൂർ നീണ്ട പരിശോധനയിൽ ഇന്ന് കാര്യമായ പുരോഗതി ഒന്നും ഉണ്ടായിട്ടില്ല. പ്രധാനമായും ഈ നേത്രാവതി പുഴയുടെ സമീപത്തുള്ള സ്ഥലത്താണ് ഈ 1-ാം പോയിന്റ്. അതുകൊണ്ട് തന്നെ 2 അടി കുഴിക്കുമ്പോഴേക്കും ഇവിടെ വെള്ളം നിറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് JCB ഉപയോഗിച്ചായിരുന്നു ഇത്തരത്തിൽ തെരച്ചിൽ നടത്തിയത്. 6:30 തെരച്ചിൽ അവസാനിപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നാളെയും ശുചീകരണ തൊഴിലാളിയെ എത്തിച്ച് ഈ തെളിവെടുപ്പ് അതുപോലെ തന്നെ ഈ മണ്ണ് കുഴിച്ചുള്ള പരിശോധന തുടരും. ഏതായാലും ശക്തമായ പോലീസ് സന്നാഹത്തോടു കൂടിയായിരുന്നു തെരച്ചിൽ നടന്നത്. 1 മുതൽ 13 വരെയുള്ള പോയിന്റുകൾ അത് കൃത്യമായി കുഴിച്ച് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇനി കൂടുതൽ ഇടങ്ങളിൽ ഇത്തരത്തിൽ അടയാളപ്പെടുത്തുന്ന ഒരു രീതി ഉണ്ടാകൂ. അതായത് 100-ലധികം പേരുടെ മൃതദേഹം ഇത്തരത്തിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ അടക്കം ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ടെന്നാണ് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തൽ. എന്നാലും ആ കാര്യത്തിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന 13 സ്പോട്ടുകൾ കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ അത്തരം നടപടികളിലേക്ക് കടക്കൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട വിവരം. ഏതായാലും നാളെയും പരിശോധന തുടരുമെന്നാണ് ബൈജു ധർമ്മസ്ഥലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഛത്തീസ്ഗഡിലെ ആശങ്ക തുടരുകയാണ്. ഇന്ന് അവരുടെ ബെയിൽ ആപ്ലിക്കേഷൻ ജാമ്യം കോടതി തള്ളിയ പശ്ചാത്തലം കൂടിയുണ്ട്. നിയമ പോരാട്ടത്തിലാണ് കന്യാസ്ത്രീകൾ. ഇതിനിടെ പാർലമെന്റിലെ നിരവധി MP-മാർ ഇന്ന് ഇവരെ സന്ദർശിക്കുകയും ചെയ്തു. തുടരുന്ന ആശങ്ക. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾ ജയിലിൽ തുടരുകയാണ്. ഇന്ന് ജാമ്യാപേക്ഷ ദുർഗിലെ വിചാരണ കോടതി തള്ളി. ഇനി മേൽക്കോടതിയെ സമീപിക്കാനുള്ള നീക്കമാണ്. നാളെ തന്നെ അപ്പീൽ നൽകാനാണ് ഇപ്പോൾ നീക്കം. ഇതിനിടെ ഇന്ന് ഇടതുപക്ഷത്തെ MP-മാരെ ജയിലിന് മുന്നിൽ തടഞ്ഞത് ഏറെ നേരം അവിടെ സംഘർഷത്തിന് കാരണമായി. അതേസമയം കോൺഗ്രസ് MP-മാർ ഇന്ന് ജയിലിലെത്തി കന്യാസ്ത്രീകളെ കണ്ടു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. BJP പ്രതിനിധികൾ ഇന്ന് ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിയെയും കണ്ട് അനൂപ് ആന്റണി അടക്കമുള്ള ആളുകൾ കാണുകയും ഇതുമായി ബന്ധപ്പെട്ട ചില സംസാരങ്ങൾ നടത്തുകയും ചെയ്തു എന്നാണ് മനസ്സിലാകുന്നത്. കന്യാസ്ത്രീകൾക്കൊപ്പമെന്നാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജ് ചന്ദ്രശേഖർ ഇന്ന് വ്യക്തമാക്കിയത്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഡാനി പോൾ ചേരുക. ഡാനി, ഇന്ന് ഇപ്പോൾ ഏറ്റവും പ്രധാന വിവരം, ഇവർ സർക്കാർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് എതിർവാദങ്ങൾ ഉന്നയിച്ചു കോടതിയിൽ. അത് കോടതി അംഗീകരിക്കുകയും ചെയ്തു. അപ്പീലിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഒപ്പം പിന്തുണ ഏറുന്നുണ്ട് കന്യാസ്ത്രീകൾക്ക്, അല്ലേ? മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ചുകൊണ്ട് ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട മലയാളി കന്യാസ്ത്രീകളുടെ മോചനം അത് ഇപ്പോഴും നീണ്ടുപോവുകയാണ്. ഇത് സംബന്ധിച്ച ജാമ്യ ഹർജി ഇന്ന് ദുർഗ കോടതിയിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചെങ്കിലും ജാമ്യം നിഷേധിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ മേൽക്കോടതിയെ സമീപിക്കണം. അത് അടുത്ത ദിവസങ്ങളിൽ തന്നെ മേൽക്കോടതിയെ സമീപിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇവർക്കുള്ള നിയമസഹായവും കാര്യങ്ങളും എല്ലാമായിട്ട് നടപടികൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഏതായാലും മേൽക്കോടതിയെ സമീപിച്ച് മാത്രമേ ഇവരുടെ ജാമ്യം സംബന്ധിയായ കാര്യങ്ങളിൽ ഒരു അന്തിമ തീർപ്പുണ്ടാവൂ. ഏതായാലും 4 ദിവസത്തിലധികമായി ഇവർ ജയിലിൽ കഴിയുകയാണ്. ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധമാണ് രാജ്യവ്യാപകമായിട്ട് തന്നെ ഉണ്ടാകുന്നത്.
ഇതിൽ വിവിധ ക്രൈസ്തവ സംഘടനകൾക്കൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് പ്രതിഷേധ ശബ്ദം ഉയർത്തിയിട്ടുണ്ട്. ക്രൈസ്തവ സംഘടനകൾ സംസ്ഥാനത്തിന് പുറത്തുമായിട്ട് പ്രതിഷേധം ഉയർത്തുന്നു. അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ നേതാക്കളെയും കൂടിക്കാഴ്ചകൾ കാണുന്നുണ്ട്. ഒപ്പം ഇക്കാര്യങ്ങളിൽ ചില കൂടിക്കാഴ്ചകളും വളരെ നിർണായകമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ എംപിമാരുടെ സംഘം, ഇടത് എംപിമാരുടെ സംഘം ഇന്ന് ഛത്തീസ്ഗഡിലെത്തുകയും ഈ കന്യാസ്ത്രീകളെ കാണാൻ ശ്രമിച്ചെങ്കിലും അവർക്ക് അനുമതി നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതും വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയും ഇവിടെ ഛത്തീസ്ഗഡിലെത്തുകയും അവിടെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുമായും ആഭ്യന്തരമന്ത്രിയുമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. എന്താണ് ഇവരുടെ ജാമ്യ വ്യവസ്ഥകൾ സംബന്ധിയായ കാര്യങ്ങളിൽ തുടർ നീക്കങ്ങൾ നടത്താൻ കഴിയുക, നിലവിലുള്ള ഈ കാരണങ്ങൾ ഏതെല്ലാം വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്, അതിൻ്റെ ഒരു കൃത്യമായ ഒരു വിശദീകരണം എന്താണ് എന്ന കാര്യത്തിൽ അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ശരി, അതാണ് ഇന്ന് ഇപ്പോൾ കൂടുതൽ ഇടപെടലുകൾ കന്യാസ്ത്രീകളുടെ മോചനവുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇതിലൊരു വ്യക്തത വരികയും ചെയ്യും. കന്യാസ്ത്രീകൾക്കെതിരായ അതിക്രമം സംഘപരിവാറിന്റെ തനി സ്വഭാവമാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പ്രതികരിച്ചത്. ക്രൈസ്തവ സമൂഹത്തിനെതിരായ സംഘപരിവാർ അതിക്രമങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കൂടിയാണിതെന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞു. ഇന്ന് ന്യൂസ് 18 പുറത്തുവിട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തു. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ ജയസാധ്യതയുള്ള മണ്ഡലം തേടുന്നു എന്നുള്ളതാണ്. വട്ടിയൂർക്കാവിലോ നേമത്തോ മുരളീധരൻ മത്സരിക്കില്ല എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ലീഗ് കോൺഗ്രസുമായി സീറ്റ് വെച്ചുമാറുകയാണെങ്കിൽ ഗുരുവായൂർ സീറ്റ് മുരളീധരൻ പരിഗണിക്കുന്നുണ്ട്. ഗുരുവായൂർ സീറ്റ് കോൺഗ്രസുമായി വെച്ചുമാറാനുള്ള കൂടിയാലോചനകൾ നടക്കുകയാണ് എന്ന വിവരം കൂടി പുറത്തുവരുന്നുണ്ട്. കൊയിലാണ്ടി സീറ്റും മുരളിക്ക് സാധ്യതയുള്ള ഒരു മണ്ഡലമായി കാണുന്നു. കൊയിലാണ്ടിയിലും മുരളി മത്സരിക്കാൻ കോപ്പുകൂട്ടുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ പാർട്ടിക്ക് വേണ്ടി ബലിയാടായതിനു പിന്നാലെയാണ് തലസ്ഥാനത്ത് വീണ്ടും കെ മുരളീധരൻ സജീവമായത്. മുമ്പ് പ്രതിനിധീകരിച്ച നിയോജക മണ്ഡലത്തിൽ പാർട്ടി പരിപാടികളിൽ സ്ഥിര സാന്നിധ്യമായതോടെ മുരളി വട്ടിയൂർക്കാവിലേക്കെന്ന അഭ്യൂഹങ്ങളും ഏറി. പക്ഷേ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് BJPക്കെതിരെ പോർമുഖം തീർത്ത മുരളി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റായിരുന്ന വടകര വിട്ട് പത്മജ വേണുഗോപാൽ BJP പാളയത്തിലെത്തിയതിന്റെ ക്ഷീണമകറ്റാൻ തൃശൂരിൽ മത്സരത്തിനിറങ്ങിയതോടെയാണ് BJPയുടെ മുഖ്യ രാഷ്ട്രീയ എതിരാളിയായി മാറിയത്. ഈ പശ്ചാത്തലത്തിലാണ് BJPക്ക് ഏറെ സ്വാധീനമുള്ള നേമത്തോ വട്ടിയൂർക്കാവിലോ മുരളി വീണ്ടും മത്സരിക്കാനെത്തിയാൽ അദ്ദേഹത്തിന്റെ പരാജയമുറപ്പിക്കാൻ BJP വോട്ടുകൾ ഇടത് പാളയത്തിലേക്ക് മറിച്ചേക്കുമെന്ന വിലയിരുത്തലിലേക്ക് നേതൃത്വം എത്തിയത്. പകരം പരിഗണിക്കപ്പെടുന്ന ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഗുരുവായൂരിനാണ് മുഖ്യ പരിഗണന. ലീഗിന്റെ സീറ്റാണെങ്കിലും ഇത് വെച്ചുമാറുന്നതിനുള്ള സാധ്യതകളാണ് കോൺഗ്രസ് തേടുന്നത്. മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമായ ഗുരുവായൂരിൽ കെ കരുണാകരനുണ്ടായിരുന്ന ആത്മബന്ധവും കെ മുരളീധരന്റെ വ്യക്തിപ്രഭാവവും ഒപ്പം ചേർന്നാൽ 2 ദശാബ്ദത്തെ ഇടവേളയ്ക്ക് ശേഷം മണ്ഡലം തിരിച്ചുപിടിക്കാനാകുമെന്നാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ വിലയിരുത്തൽ. അതേസമയം തിരുവനന്തപുരത്തെ മറ്റൊരു ജയസാധ്യതയുള്ള മണ്ഡലം കെ മുരളീധരന്റെ മനസ്സിലുണ്ടെന്നും ഹൈക്കമാൻഡിന്റെ പിന്തുണ ഉറപ്പാക്കിയാൽ മുരളീധരൻ ഇവിടെ കളത്തിലിറങ്ങുമെന്നുമാണ് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. കേരളം ഞെട്ടിയ, കേരളത്തിൽ നടക്കിയ ഒരു വലിയ ദുരന്തം നടന്നിട്ട് നാളെ 1 വർഷം തികയുകയാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ 1ാം വാർഷികമാണ് നാളെ. ദുരന്തത്തിൽ ഓർമ്മയായവരെ സംസ്കരിച്ച പുത്തുമല ഹൃദയഭൂമിയിലാണ് സർവമത പ്രാർത്ഥനയും മറ്റു ചടങ്ങുകളും സംഘടിപ്പിച്ചിരിക്കുന്നത്. ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി കൽപ്പറ്റയിലെ നിർദ്ദിഷ്ട ടൗൺഷിപ്പിൽ നിർമ്മിക്കുന്ന മാതൃകാ വീടിന്റെ നിർമ്മാണവും അവസാന ഘട്ടത്തിലാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ മരണമടഞ്ഞ 266 പേരാണ് പുത്തുമലയിലെ പൊതുശ്മശാനത്തിൽ ഒന്നിച്ച് അന്ത്യനിദ്ര കൊള്ളുന്നത്. ഹൃദയഭൂമി എന്ന് പേരിട്ട ഇവിടെയാണ് നാളെ സർവമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും മറ്റു ചടങ്ങുകളും. ജാതി മത ഭേദങ്ങൾക്കപ്പുറം തിരിച്ചറിഞ്ഞവരും തിരിച്ചറിയാത്തവരുമെല്ലാം ഇവിടെ നിത്യനിദ്രയിലാണ്. CV അനുഭവ് തയ്യാറാക്കിയ റിപ്പോർട്ട്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ജീവൻ നഷ്ടമായ 268 പേർ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടെയാണ്. പുത്തുമലയിലെ ഈ ശ്മശാന ഭൂമിക്ക് ഹൃദയഭൂമി എന്നാണ് ഈ നാട്ടുകാർ പേരിട്ടിരിക്കുന്നത്. കാരണം ഈ നാടിൻ്റെ ഹൃദയം ഇവിടെ തന്നെയാണ് തുടിക്കുന്നത്. ഇവിടെ മുഹമ്മദ് അലിയും ഹരിയും ബീരാനും അതുപോലെ തന്നെ ഷീബയും നിവേദും ധ്യാനും ഒക്കെ
അടുത്തടുത്ത് തന്നെ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. അതിനൊപ്പം തന്നെ തിരിച്ചറിയാത്ത പലരുടെയും മൃതദേഹാവശിഷ്ടങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇതാരുടേതാണെന്നറിയില്ല, പക്ഷേ അവരുടെ പരിശോധനാ ഫലത്തിന് വേണ്ടി കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ അന്ന് പരിശോധനാ ഫലത്തിനായി എടുത്ത സാമ്പിളിൻ്റെ നമ്പറാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പലരും അന്ത്യാഞ്ജലി അർപ്പിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ചേട്ടൻ്റെ ആരാടാ? അത് അനിയൻ. കാണാൻ കഴിഞ്ഞു അവസാനമായിട്ട്? അനിയൻ്റെ 8ാമത്തെ ദിവസം കിട്ടിയത്. തിരിച്ചറിയാൻ പറ്റിയില്ല. പിന്നെ DNA വന്നോ, അമ്മേൻ്റെ അത് DNA വന്നത്. ഇവിടെ ഒരു ചെറിയ കല്ലറയിലെ കാഴ്ച കൂടി കാണിക്കാം. 3 സഹോദരന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടെയാണ്. നിവേദും, ധ്യാനും, ഇഷാനും. മേപ്പാടി ചുരുളിമലയിൽ അനീഷിൻ്റെ മക്കളാണിവർ. അവരുടെ കല്ലറയ്ക്ക് മുകളിലുള്ള കളിപ്പാട്ടങ്ങളൊക്കെ അടുക്കി വെച്ചത് കാണാൻ കഴിയും. ഇത്തരത്തിൽ നമ്മളെയൊക്കെ കണ്ണീരണിയിപ്പിക്കുന്ന കാഴ്ചകളാണ് ഒരു വർഷത്തിന് ഇപ്പുറവും ചുരുൾമലയിൽ നിന്ന്, അല്ലെങ്കിൽ ചുരുൾമലയുടെ ഹൃദയം സ്പന്ദിക്കുന്ന ഈ പുത്തുമലയിലെ ഭൂമിയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നാണ് ജില്ലാ പഞ്ചായത്തും അതുപോലെ MLA ഒക്കെ പറയുന്നത്. അവിടെ DNA ടെസ്റ്റിലൂടെ ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ട് ഓരോ കുടുംബം പല സമയത്ത് അവിടെ വരുമ്പോൾ അവരാ കുഴിമാടത്തിൻ്റെ മേലെ കമിഴ്ന്ന് കിടന്ന് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഭൂമി വല്ലാത്തൊരു വേദനയുടെ അംശമാണ്. എന്തുകൊണ്ട് ഹൃദയഭൂമി എന്ന പേര് വെച്ചു എന്നതിന് അതിൽ പരം, അല്ലെങ്കിൽ അതിനപ്പുറം ചേരുന്ന മറ്റൊരു പേര് ഈ നാടിനില്ല എന്ന് തന്നെയാണ് എല്ലാവരും ഒരുപോലെ പറയുന്നത്. പൊതുശ്മശാനം എന്നതിനേക്കാൾ അപ്പുറം ഹൃദയഭൂമി എന്നുള്ളൊരു പേര് എല്ലാവരോടെയും കൂടി ആലോചിച്ച് കൊടുത്താണ്. അപ്പോൾ അവരുടെ ആളുകളുടെ, നമ്മളിൽ നിന്നില്ല മരണപ്പെട്ടു പോയ എല്ലാ ആളുകളുടെയും ഫോട്ടോസ് എല്ലാം നമ്മൾ സംഘടിപ്പിച്ചു. അത് അവിടെ വയ്ക്കും. ഇവിടെയാണ് സർവമത പ്രാർത്ഥനയും മറ്റ് ചടങ്ങുകളൊക്കെ തന്നെ ഒരുക്കിയിട്ടുള്ളത്. അതിനുശേഷം ഓരോ കല്ലറകളിലെത്തി അവർ അന്ത്യാഞ്ജലി അർപ്പിക്കും. അതിനൊപ്പം തന്നെ ആരുടേതെന്ന് തിരിച്ചറിയാത്ത ഒട്ടേറെ അവശേഷിപ്പുകളും ഇവിടെയുണ്ട്. അവിടെയെല്ലാം മറ്റുള്ളവർക്കൊപ്പം തന്നെ ഓർമ്മകൾക്ക് മുൻപിൽ അവരുടെയും ആദരമർപ്പിക്കും. അത്തരത്തിലൊരു നാടൊന്നാകെ ഇവിടെ ഉറങ്ങിക്കിടക്കുകയാണ്, നിദ്രയിലാണ്. അത് ഈ നാടിൻ്റെ വേദനയാണ്. അതുപോലെ തന്നെ നാളെകൾ ഓർക്കേണ്ട ഒരു ദുരന്തത്തിൻ്റെ ശേഷിപ്പാണ് പുത്തുമലയിലെ ഈ ഹൃദയഭൂമി. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. നാളെയാണ് കേരളത്തെ ഞെട്ടിച്ച ദുരന്തത്തിൻ്റെ 1ാം വാർഷികം. നാളെ നിരവധി ബന്ധുക്കൾ, മരിച്ചവരുടെ ബന്ധുക്കളൊക്കെ അവിടെ ഒത്തുകൂടും. പ്രാർത്ഥനകൾ ഉണ്ടാകും. നിരവധി അനുസ്മരണ ചടങ്ങുകളും ഈ പ്രദേശത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. നമുക്കിനി നിമിഷപ്രിയയുടെ വാർത്തയിലേക്ക് പോകണം. യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ ഇളവ് ലഭിച്ചതായുള്ള വാർത്താക്കുറിപ്പിൽ ഉറച്ചു നിൽക്കുകയാണ് കാന്തപുരത്തിന്റെ ഓഫീസ്. വധശിക്ഷ ഒഴിവാക്കിയതായുള്ള ഔദ്യോഗിക ഉത്തരവ് വൈകാതെ ഇറങ്ങുമെന്നും കാന്തപുരത്തിന്റെ ഓഫീസ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. എന്നാൽ വാർത്താ ഏജൻസിയായ ANI ഇന്നലെ പ്രസിദ്ധീകരിച്ച വാർത്ത പിൻവലിച്ചു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. വധശിക്ഷ റദ്ദാക്കിയെന്ന വാർത്തയോട് ഇതുവരെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണവും വന്നിട്ടില്ല. നിമിഷയുടെ മോചനവുമായി ബന്ധപ്പെട്ട ശ്രമങ്ങൾ ഊർജിതമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നാണ് കാന്തപുരത്തിന്റെ ഓഫീസ് അറിയിക്കുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട രീതിയിൽ തന്നെ നിമിഷയുടെ വധശിക്ഷ ഉറപ്പാക്കിയെന്നത് സംബന്ധിച്ച കൃത്യമായ ഉറപ്പ് യമനിൽ നിന്ന് ലഭിച്ചതായും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ എഴുത്തുകുത്തുകൾ അല്ലെങ്കിൽ മറ്റ് കത്തിടപാടുകൾ വൈകാതെ നടക്കും. ഇത് സംബന്ധിച്ചുള്ള ഉത്തരവിറങ്ങും എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ചില ആശയക്കുഴപ്പങ്ങൾ ചില കോണുകളിൽ നിന്നും ഉയരുന്നെങ്കിലും അത്തരം ആശയക്കുഴപ്പങ്ങൾക്കുള്ള യാതൊരു സാധ്യതയും നിലവില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. നേരത്തെ മരണമുനമ്പിൽ നിന്നാണ്, അല്ലെങ്കിൽ തൂക്കുകയറിൽ കയറുന്നതിന് തൊട്ട് മുമ്പാണ് ഒരു അനുകൂലമായ ഉത്തരവ് യമനിൽ നിന്നും പുറത്തു വന്നത്. ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് വധശിക്ഷ ചെയ്യുന്നതിനുള്ള ഒരു തീയതി നിശ്ചയിക്കപ്പെടുകയുണ്ടായില്ല. അതുകൊണ്ട് തന്നെ വധശിക്ഷ ഒഴിവായി എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്, കാന്തപുരത്തിന്റെ ഓഫീസ് വ്യക്തമാക്കുന്നത്. ഒപ്പം 2 തരത്തിലെ കാര്യങ്ങളിൽ ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഒന്ന്, ദിയാദനം നൽകി ഈ ശിക്ഷ ഒഴിവാക്കുന്നതിനുള്ള ചർച്ചകളാണ്. അതിന് ഈ മരിച്ച തലാലിന്റെ കുടുംബത്തിലെ മുഴുവൻ ആളുകൾക്കും ഒരു ഏകരൂപത്തിലുള്ള അഭിപ്രായം ഇപ്പോഴും ഉരുത്തിരിഞ്ഞിട്ടില്ല. സമവായം സൃഷ്ടിക്കുന്നതിനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുന്നു. അത് വൈകാതെ തന്നെ അത്തരം ഒരു സമവായത്തിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ. തലാലിന്റെ സഹോദരൻ ഇപ്പോഴും ആദ്യ നിലപാട് പോലെ തന്നെ ഇത്തരത്തിൽ മോചനദ്രവ്യം വാങ്ങി ഈ ശിക്ഷ
ഒഴിവാക്കുന്നതിനോട് യോജിക്കുന്നില്ല. അദ്ദേഹത്തെയും ഈ പണ്ഡിതരുടെ ഇടപെടലിൽ കൂടി അല്ലെങ്കിൽ ഗോത്ര തലവന്മാരുടെ അടക്കം ഇടപെടലിൽ കൂടി പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണുള്ളത്. മറിച്ച് ഈ മോചനദ്രവ്യം വാങ്ങി അല്ലെങ്കിൽ ദിയാദനം വാങ്ങി മോചനം അനുവദിച്ചില്ലെങ്കിൽ ഒരു നിശ്ചിത കാലയളവ് ജയിൽ ശിക്ഷ അനുഭവിക്കുക എന്നതാണ് മറ്റൊരു വഴിയായി മുന്നിലുള്ളത്. ഏതായാലും നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കാന്തപുരം. പക്ഷേ അപ്പോഴും വിദേശകാര്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത വരുത്തുന്നില്ല എന്നതും ഈ വിഷയത്തിലുള്ള അവ്യക്തതയ്ക്ക് ഒരു കാരണമാകുന്നു. പെട്ടെന്ന് തിരിച്ചു വരാം, ഇടവേളയ്ക്ക് ശേഷം. താരസംഘടനയായ അമ്മയുടെ തെരഞ്ഞെടുപ്പിൽ നിർണായക ട്വിസ്റ്റ്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നോമിനേഷൻ നൽകിയ നടൻ ജഗദീഷ് മത്സരരംഗത്ത് നിന്ന് പിന്മാറുന്നു. വനിതാ നേതൃസ്ഥാനത്തേക്ക് വരട്ടെ എന്ന മുതിർന്ന താരങ്ങളുടെ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് പിന്മാറ്റമെന്നാണ് ജഗദീഷിന്റെ നിലപാട്. ഇതോടെ ശ്വേതാ മേനോൻ അമ്മയുടെ തലപ്പത്ത് വരാൻ സാധ്യതയേറി. ജഗദീഷിന്റെ പിന്മാറ്റത്തിന് 3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഒരു വനിത അമ്മയെ നയിക്കട്ടെ എന്ന മുതിർന്ന താരങ്ങൾക്കിടയിലെ ധാരണ. 2, ആരോപണ വിധേയനായ ബാബുരാജിനൊപ്പം ചേരിമാറിയെന്ന പ്രചാരണം. 3, മുതിർന്ന താരമെങ്കിലും കടുത്ത മത്സരം നേരിടേണ്ടി വരുമെന്ന സാഹചര്യം. തെരഞ്ഞെടുപ്പ് രംഗത്ത് നിശബ്ദരാണെങ്കിലും മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി എന്നീ താരങ്ങൾ ഇപ്പോഴത്തെ സമവായ സാഹചര്യത്തിന് വഴിയൊരുക്കി. മുതിർന്ന താരങ്ങളുമായി സംസാരിച്ചാണ് പിന്മാറ്റമെന്നാണ് ജഗദീഷും സ്ഥിരീകരിക്കുന്നത്. ഇതോടെ ശ്വേതാ മേനോന് കൂടുതൽ സാധ്യതയേറി. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മുതിർന്ന താരം ദേവനും നോമിനേഷൻ നൽകിയിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ദേവൻ നോമിനേഷൻ പിൻവലിച്ചേക്കുമെന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യമുള്ള താരസംഘടനയെ ഇതാദ്യമായി ഒരു വനിത നയിക്കും. ആരോപണ വിധേയർ മാറി നിൽക്കണമെന്ന പൊതു അഭിപ്രായം താരങ്ങൾക്കിടയിൽ രൂപപ്പെടുന്നുണ്ട്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കൊഴികെ മറ്റെല്ലാ നോമിനേഷനുകളിൽ നിന്നും രവീന്ദ്രൻ പിൻവലിഞ്ഞു. എന്നാൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജിനെതിരെ മത്സരിക്കും. ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഒന്നിലധികം കേസുകളിൽ പ്രതിയായ ബാബുരാജിനെയാണ്. മല്ലിക സുകുമാരനും ബാബുരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. 31 വരെയാണ് നോമിനേഷൻ പിൻവലിക്കാനുള്ള അവസാന തീയതി. ന്യൂസ് 18 കൊച്ചി. ആലപ്പുഴ ചേർത്തല പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്നും മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് ഇപ്പോൾ DNA പരിശോധന അടക്കം നടത്തിവരികയാണ് എന്നാണ് വിവരം. ജൈനമ്മ ഏറ്റുമാനൂർ സ്വദേശിയുടെ തിരോധാന കേസിൽ നടത്തിയ അന്വേഷണത്തിലാണ് അവശിഷ്ടം കണ്ടെത്തിയത്. സെബാസ്റ്റ്യന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി ഈ ഘട്ടത്തിൽ നൽകാനുള്ളത്. അതേസമയം ചേർത്തലയിൽ നിന്ന് വർഷങ്ങൾക്ക് മുൻപ് കാണാതായ ബിന്ദു പത്മനാഭയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസിലും സെബാസ്റ്റ്യൻ പ്രതിയാണ്. സെബാസ്റ്റ്യൻ ചോദ്യം ചെയ്യലിൽ പറഞ്ഞ നിരവധി കള്ളങ്ങൾ തെളിവ് നിരത്തി പ്രതിരോധിച്ചുകൊണ്ടാണ് ക്രൈംബ്രാഞ്ച് നിർണായകമായ നിഗമനത്തിലേക്ക് എത്തിയത്. ജൈനമ്മയെ അറിയുക പോലുമില്ല എന്നായിരുന്നു സെബാസ്റ്റ്യന്റെ മൊഴി. എന്നാൽ ജൈനമ്മയുടെ മൊബൈൽ ഫോൺ സെബാസ്റ്റ്യൻ ഉപയോഗിച്ചിരുന്നതായി കണ്ടെത്തിയതാണ് കേസ് അന്വേഷണത്തിൽ വഴിത്തിരിവായത്. ഈരാറ്റുപേട്ടയിലെ കടയിൽ ഈ ഫോൺ സെബാസ്റ്റ്യൻ ചാർജ് ചെയ്യുന്ന CCTV ദൃശ്യം ക്രൈംബ്രാഞ്ച് കണ്ടെടുത്തു. ഒരാഴ്ചയ്ക്കുള്ളിൽ ഈരാറ്റുപേട്ടയിലെ ടവർ ലൊക്കേഷന് കീഴിൽ മൊബൈൽ ഫോൺ ഓണായത് കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണമാണ് കടയിൽ എത്തിച്ചത്. ഇവിടെ നിന്ന് ചാർജർ വാങ്ങിയത് കൂടാതെ 100 രൂപയ്ക്ക് റീചാർജ് ചെയ്തതായും ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെത്തി. എന്നാൽ തുടർച്ചയായി കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചെങ്കിലും കുറ്റം സമ്മതിക്കാൻ പ്രതി തയ്യാറായില്ല. പ്രായാധിക്യവും രോഗാവസ്ഥയും മൂലം ബുദ്ധിമുട്ടുന്ന പ്രതിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ചോർത്തിയെടുക്കുന്നതും ക്രൈംബ്രാഞ്ചിനെ വലയ്ക്കുന്നുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കൂടുതൽ തെളിവ് ലഭിക്കുന്ന മുറയ്ക്ക് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ തീരുമാനം. പ്രതിക്ക് കൂടുതൽ കൊലപാതക കേസുകളിൽ പങ്കുണ്ടോയെന്നും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. പള്ളിപ്പുറത്തെ വീട്ടുപറമ്പിൽ നിന്നും കണ്ടെത്തിയ ശരീരഭാഗങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി. കേസിൽ നിർണായക വഴിത്തിരിവാകാൻ സാധ്യതയുള്ള DNA ഫലത്തിനായി കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘം. കോട്ടയം ക്രൈംബ്രാഞ്ച് SP ഗിരീഷ് P സാരഥി, ഡിവൈഎസ്പി സാജൻ സേവ്യർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത്. ന്യൂസ് 18 കോട്ടയം. നമുക്കിനി നമ്മുടെ പ്രത്യേക സെഗ്മെന്റിലേക്ക് പോകണം. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനമാണ് CCTV ക്യാമറകൾ. കാരണം പല കേസുകളിലും തുമ്മുണ്ടാക്കുന്നത് CCTV ക്യാമറകളിൽ നിന്ന് പിന്നീട് ലഭിക്കുന്ന ദൃശ്യങ്ങളാണ്. ഇന്നും അങ്ങനെ ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ പോലീസിന് പ്രതികളെ കസ്റ്റഡിയിലെടുക്കാനായി മുകളിൽ ഒരാളുണ്ട്.
മറ്റൊരു വാർത്ത തിരുവനന്തപുരത്ത് നിന്നാണ്. തിരുവനന്തപുരത്ത് ജവഹർ നഗറിലെ ആഡംബര വീട് തട്ടിപ്പിലെ മുഖ്യ സൂത്രധാരൻ തിരുവനന്തപുരം DCC അംഗമായ അനന്തപുരി മണികണ്ഠൻ അറസ്റ്റിലായി. പുലർച്ചെ ബംഗളൂരുവിലെ ഹോട്ടലിൽ നിന്ന് മ്യൂസിയം പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ പ്രവാസി വനിതയുടെ തിരുവനന്തപുരത്തെ ഭൂമി മണികണ്ഠനും കൂട്ടാളികളും ചേർന്ന് വ്യാജ പ്രമാണമുണ്ടാക്കി വിൽപ്പന നടത്തിയെന്നാണ് കേസ്. തിരുവനന്തപുരം ജവഹർ നഗർ സ്വദേശിനിയും അമേരിക്കയിൽ സ്ഥിരതാമസക്കാരിയുമായ ഡോറ അസറിയ ക്രിപ്സിന്റെ 14 സെന്റ് ഭൂമിയും വീടും വ്യാജ പ്രമാണമുണ്ടാക്കി തട്ടിയെടുത്ത കേസിലാണ് അനന്തപുരി മണികണ്ഠന്റെ അറസ്റ്റ്. വ്യാജരേഖകൾ നിർമ്മിച്ച് തട്ടിയെടുത്ത വസതി പിന്നീട് മണികണ്ഠനും കൂട്ടാളികളും ചേർന്ന് 1.5 കോടി രൂപയ്ക്ക് മറിച്ചു വിൽക്കുകയായിരുന്നു. തട്ടിപ്പ് നടത്തിയ കൊല്ലം സ്വദേശിനി മെറിൻ ജേക്കബ്, വസന്ത, ചന്ദ്രസേനൻ, മഹേഷ് എന്നിവരെ പോലീസ് നേരത്തെ പിടികൂടിയിരുന്നു. ഇവരിൽ നിന്നാണ് തട്ടിപ്പിന് പിന്നിൽ അനന്തപുരി മണികണ്ഠനാണെന്ന വിവരം പോലീസിന് ലഭിച്ചത്. വ്യാജ പ്രമാണമുണ്ടാക്കി ഭൂമി വിൽപ്പന നടത്തിയത് മണികണ്ഠനാണെന്ന് മ്യൂസിയം പോലീസ് സ്ഥിരീകരിച്ചതോടെ മണികണ്ഠൻ മുൻകൂർ ജാമ്യത്തിന് നീക്കം നടത്തി. ജാമ്യാപേക്ഷ കോടതി തള്ളിയതോടെയാണ് അറസ്റ്റ്. പുലർച്ചെ ബംഗളൂരുവിലെ ഹോട്ടലിൽ നിന്നാണ് മണികണ്ഠനെ മ്യൂസിയം പോലീസ് പിടികൂടിയത്. തിരുവനന്തപുരം DCC അംഗവും കോൺഗ്രസിന്റെ ആധാരമെഴുത്ത് സംഘടനയുടെ സംസ്ഥാന ഭാരവാഹിയുമായ അനന്തപുരി മണികണ്ഠനെ പാർട്ടിയിൽ നിന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. വ്യാജരേഖ ഉണ്ടാക്കിയതിനു പുറമെ ഭൂമി രജിസ്ട്രേഷന് അനന്തപുരി മണികണ്ഠന് ഉദ്യോഗസ്ഥരുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. മണികണ്ഠനെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ തട്ടിപ്പിന്റെ ചുരുളഴിയുമെന്ന വിലയിരുത്തലിലാണ് പോലീസ്. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്ത് വീണ്ടും ബസ് സമരം വരുന്നു. ബസ് സമരവുമായി മുന്നോട്ട് പോകാൻ ബസ്സുടമകൾ തീരുമാനിച്ചു. ഇന്ന് ബസ്സുടമകളും വിദ്യാർത്ഥി സംഘടനകളുമായി നടത്തിയ ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞതോടെയാണ് പ്രഖ്യാപനം. യോഗത്തിൽ യാത്രാനിരക്ക് വർധനവ് സംഘടനകൾ എതിർത്തു. വെള്ളിയാഴ്ച തൃശ്ശൂരിൽ ചേരുന്ന സംയുക്ത സമിതി യോഗത്തിൽ സമരത്തിന് തീരുമാനിക്കുമെന്ന് ബസ്സുടമകൾ അറിയിച്ചു. ഹോസ്റ്റൽ ഭക്ഷണത്തിൽ പഴുതാരയെ കണ്ടതിനെ തുടർന്ന് തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥിനികൾ പ്രിൻസിപ്പാളിനെ ഉപരോധിച്ചു. ഹോസ്റ്റൽ മുറികൾ എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാറായ അവസ്ഥയിലാണെന്നും പരാതിയുണ്ട്. കുട്ടികളുടെ പരാതിയിൽ ഉടൻ പരിഹാരമുണ്ടാകുമെന്ന പ്രിൻസിപ്പലിന്റെ ഉറപ്പിന് ശേഷമാണ് സമരം അവസാനിപ്പിച്ചത്. പൊട്ടിപ്പൊളിഞ്ഞ സീലിംഗ്, തകർന്നു വീഴാറായ ഹോസ്റ്റൽ മുറികൾ, ഭക്ഷണത്തിൽ പഴുതാരയെ കൂടി കിട്ടിയതോടെയാണ് സഹികെട്ടുള്ള പ്രതിഷേധം. നമുക്ക് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഫുഡിന് ഒരു പഴുതാരേനെ കിട്ടി. നമ്മൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാവുന്ന പോലെ വാർഡനെയും പ്രിൻസിപ്പലിനെയും എല്ലാം നമ്മൾ മാക്സിമം കയറി ഇറങ്ങി കണ്ടു. അവരുടെ അടുത്തുനിന്ന് നമുക്ക് അതിന് ഒരു നടപടി ഉണ്ടായിട്ടില്ല. നമ്മൾ ഹെൽത്ത് ഇൻസ്പെക്ഷൻ വേണമെന്ന് ഡിമാൻഡ് ചെയ്തു. ഇതുവരെ ഹെൽത്ത് ഇൻസ്പെക്ഷൻ പോയിട്ട് അവിടെ ആരും ചെക്കിങ്ങിന് വന്നിട്ടില്ല. വിദ്യാർത്ഥികളുടെ ജീവന് പോലും ഭീഷണിയാവുന്ന ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നടന്നിട്ട് അധികാരികൾ ഞങ്ങൾക്ക് വേണ്ട ഒരു കാര്യങ്ങളും ചെയ്തു തരുന്നില്ല. പരാതി പറഞ്ഞു മടുത്തു, എല്ലാം ശരിയാക്കുമെന്ന് പറയുന്നതല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ നമ്മളോട് വേണമെങ്കിൽ ഇവിടെ കഴിഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഇറങ്ങി പോകുമെന്നാണ് പ്രിൻസിപ്പൽ അല്ലെങ്കിൽ അധികാരികളുടെ മറുപടി. അപ്പൊ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമുക്ക് ആദ്യം അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന പ്രിൻസിപ്പലിന്റെ. അപ്പൊ പ്രിൻസിപ്പലിന്റെ റെസ്പോൺസ് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വേറെ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ക്ലാസ് ബഹിഷ്കരിച്ച് സമരത്തിനിറങ്ങിയതോടെ ഉടൻ പരിഹാരമെന്ന് പുതിയ വാഗ്ദാനം. കോളേജിന്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ രീതിയിൽ നടപടി ഉണ്ടാകും. 3 അംഗ സമിതിയുടെ റിപ്പോർട്ട് കിട്ടുമ്പോൾ അത് കാര്യങ്ങൾ ചെയ്യും. പിന്നെ കൂടുതലായിട്ട് ഈ സെപ്റ്റിക് ടാങ്കിന്റെ ഇഷ്യൂവിൽ ഒരു ശാശ്വതമായ പരിഹാരം ആവശ്യമുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. സംഭവത്തിൽ സ്ഥലം MLAയും ഇടപെട്ടിട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടിക്കാണ് തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. പാറശാലയിൽ ക്ലാസ് നടക്കുന്നതിനിടെ CSI ലോ കോളേജിലെ സീലിംഗ് തകർന്നു വീണു. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. ഒരു വിദ്യാർത്ഥിയുടെ മൊബൈൽ ഫോണിന് കേടുപാട് സംഭവിച്ചു. അതേസമയം സീലിംഗിന്റെ അപകടാവസ്ഥ കോളേജ് അധികൃതരെ അറിയിച്ചെങ്കിലും നടപടി ഉണ്ടായില്ലെന്നാണ് ആരോപണം. പാറശാല ചെറുവാരക്കോണത്തെ CSI ലോ കോളേജിൽ ക്ലാസ് നടക്കുന്നതിനിടെയാണ് സീലിംഗ് തകർന്നു വീണത്. ചൂട് നിയന്ത്രിക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ച ഫൈബർ സീലിംഗ് ആണ് നിലം പൊത്തിയത്. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. 1ാം വർഷ വിദ്യാർത്ഥികളുടെ ക്ലാസ് നടക്കുമ്പോഴായിരുന്നു അപകടം. ഇരിപ്പിടത്തിന് തൊട്ടു മുന്നിലേക്കാണ് സീലിംഗ് പൊട്ടി വീണത്. 50ഓളം വിദ്യാർത്ഥികൾ ക്ലാസ്സിലുണ്ടായിരുന്നു. ഒരു വിദ്യാർത്ഥിനിയുടെ മൊബൈൽ ഫോണിന് കേടുപാടുകൾ സംഭവിച്ചു. അതേസമയം സീലിംഗ് അപകടത്തിലാണെന്നും ചോർച്ചയുണ്ടെന്നും കോളേജ് അധികൃതരെ അറിയിച്ചിട്ടുണ്ടെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. മാനേജ്മെന്റിന്റെ അലംഭാവമാണ് അപകടത്തിന് കാരണമെന്നാണ് ആരോപണം. നമ്മൾ രാവിലെ ക്ലാസ് നടക്കുകയായിരുന്നു, 2ാമത്തെ പീരീഡാണ്. അപ്പോൾ ക്ലാസ് നടക്കുകയായിരുന്നു. ആ സമയത്താണ്
ഈ സീലിംഗ് പൊട്ടി വീഴുന്നത്. അപ്പം ഫ്രണ്ടിൽ ഇരുന്ന 2-3 പെൺകുട്ടികളുടെ ദേഹത്തൊക്കെ വീഴുന്നു. അങ്ങനെ ഒരു പെൺകുട്ടിയുടെ ഫോണും കാര്യങ്ങളൊക്കെ ആയിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ കംപ്ലൈൻറ്റ് ഇവിടെ ഓഫീസിൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരം ഡയറക്ടർ പ്രിൻസിപ്പാൾ എല്ലാവരും കൂടെ നിന്ന് നടപടി എടുക്കും എന്നാണ് പറഞ്ഞത്. അതിനൊരു ഉറപ്പില്ല, എന്നാലും നടപടി എടുക്കും എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. പ്രതിഷേധത്തിലാണോ? ആ, പ്രതിഷേധം. ഇന്നും വൈകിട്ട് നമ്മൾ ഇതുപോലെ ഇത് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി അടുത്ത രീതിയിലോട്ട് കടക്കും. കോളേജിൽ വിദ്യാർത്ഥികൾക്കായി പുതിയ കെട്ടിടത്തിന്റെ പണി പൂർത്തിയായിരുന്നു. ഇവിടേക്ക് ക്ലാസുകൾ മാറ്റാതിരുന്നതിനാലാണ് നിലവിലെ കെട്ടിടത്തിൽ അറ്റകുറ്റപ്പണി നടത്താതിരുന്നതെന്നാണ് കോളേജ് അധികൃതരുടെ വിശദീകരണം. ന്യൂസ് 18 പാറശാല. അമേരിക്കയിൽ 2ഇടങ്ങളിലുണ്ടായ വെടിവെപ്പിൽ 7 മരണം. ന്യൂയോർക്കിലുണ്ടായ വെടിവെപ്പിൽ 4ഉം നവാഡയിൽ 3 പേരുമാണ് കൊല്ലപ്പെട്ടത്. അക്രമികളിൽ ഒരാൾ സ്വയം വെടിവെച്ച് മരിച്ചു, മറ്റൊരാൾ പോലീസ് കസ്റ്റഡിയിലാണ്. പ്രാദേശിക സമയം തിങ്കളാഴ്ച രാവിലെയാണ് അമേരിക്കയിലെ നവാഡയിൽ ആദ്യത്തെ വെടിവെപ്പുണ്ടായത്. റീനോയിലെ പ്രശസ്തമായ കാസിനോയ്ക്ക് മുന്നിൽ വച്ചായിരുന്നു ആക്രമണം. സംഭവത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. അക്രമി ആൾക്കൂട്ടത്തിന് നേരെ കയ്യിലുണ്ടായിരുന്ന ഹാൻഗൺ ഉപയോഗിച്ച് വെടിയുതിർക്കുകയായിരുന്നു. ആദ്യം തോക്ക് പ്രവർത്തിച്ചില്ലെങ്കിലും ഉടൻ തന്നെ ഇയാൾ ആക്രമണം പുനരാരംഭിച്ചു. 6 പേർക്കാണ് വെടിയേറ്റത്. ഇതിലൊരാൾ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. അക്രമിയെ തടയാനെത്തിയ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനും കാറിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച മറ്റൊരാളുമാണ് കൊല്ലപ്പെട്ട മറ്റു 2 പേർ. ഇവർ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. 2 പേർ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഒരാൾ ആശുപത്രി വിട്ടതായാണ് വിവരം. ഉടൻ സംഭവസ്ഥലത്തെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ പ്രതിയെ വെടിവെച്ചു വീഴ്ത്തി. ഇയാൾ നിലവിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. അക്രമിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ന്യൂയോർക്ക് നഗരത്തിന്റെ ഹൃദയത്തിൽ ഇന്നലെ വൈകിട്ടായിരുന്നു 2ാമത്തെ വെടിവെപ്പ്. ഇൻവെസ്റ്റ്മെന്റ് സ്ഥാപനമായ ബ്ലാക്ക്സ്റ്റോൺ, നാഷണൽ ഫുട്ബോൾ ലീഗ്, KPMG തുടങ്ങിയ കമ്പനികളുടെ ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന 345 പാർക്ക് അവന്യൂയിലെ കെട്ടിടത്തിലായിരുന്നു ആക്രമണം. മെഷീൻ ഗണ്ണുമായി കെട്ടിടത്തിലേക്ക് പ്രവേശിച്ച ആക്രമി 32ാമത്തെ നിലയിൽ വെച്ചാണ് വെടിയുതിർത്തത്. സംഭവത്തിൽ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 4 പേർ കൊല്ലപ്പെട്ടു. സ്ഥലത്തെത്തിയ പോലീസ് സംഘം ഇയാളെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. തുടർന്ന് കെട്ടിടത്തിന്റെ 33ാമത്തെ നിലയിൽ നിന്ന് ഇയാളെ സ്വയം വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. 27-കാരനായ ഷെയ്ൻ ഡെവോൺ ടമൂറയാണ് ആക്രമണം നടത്തിയത്. ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ധരിച്ചായിരുന്നു ഇയാൾ കെട്ടിടത്തിലേക്ക് എത്തിയത്. പോലീസും ബോംബ് സ്ക്വാഡും കെട്ടിടത്തിൽ വിശദ പരിശോധന നടത്തി. കെട്ടിടത്തിലുണ്ടായിരുന്നവർ നിലവിൽ പോലീസ് സംരക്ഷണയിലാണ്. ഇതിലും ആക്രമണ കാരണം എന്താണെന്ന് കണ്ടെത്താൻ പോലീസിനായിട്ടില്ല. നവാഡയിലുണ്ടായ വെടിവെപ്പുമായി ഇതിന് ബന്ധമുണ്ടോ എന്നും അന്വേഷണം തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇനി പ്രത്യേക സെഗ്മെന്റിലേക്ക് പോകാം. വൈറൽ കട്ട്സ്. ആഡംബര വാച്ചുകളുടെ ഡീലറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ മോഷെ ഹെയ്മോഫിനെ 2-അംഗ സംഘം കൊള്ളയടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇന്നത്തെ വൈറൽ കട്ട്സിൽ. ഏതാണ്ട് $50,000 വിലമതിക്കുന്ന ആഭരണങ്ങളാണ് കൊള്ളയടിക്കപ്പെട്ടത്. ഹെയ്മോഫിന്റെ ക്യൂൻസിലെ വീടിന് മുന്നിൽ വെച്ചായിരുന്നു കൊള്ള. ഹെയ്മോഫ് അറിയപ്പെടുന്നത്. വാച്ച് കിങ് എന്നാണ് ഹെയ്മോഫ് അറിയപ്പെടുന്നത്. ഈ മാസം 23 നടന്ന കവർച്ചയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഏതാണ്ട് 2 മില്യൺ ഫോളോവേഴ്സുള്ള മോഷയെ പരിക്കുകളോടെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ ദൃശ്യം പുറത്തുവിടുന്ന സമയം വരെയും ഈ അക്രമികളുമായി ബന്ധപ്പെട്ട കൂടുതൽ സൂചനകളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. ഈ ദൃശ്യങ്ങളോടെ 9 മണി വാർത്ത പൂർണ്ണമാവുകയാണ്. നമസ്കാരം.